ഏത് സാഹചര്യത്തിലും വളരാൻ നമ്മളെ അമ്മ പഠിപ്പിച്ചതുകൊണ്ട് വളരെ ഉപകാരമായി. സംഭവം ഇന്ന് ചട്ടുകം കാണാനില്ല, പക്ഷെ ഞാൻ തോറ്റു കൊടുത്തില്ല. കയ്യിൽ കിട്ടിയ കത്തി വെച്ചിട്ടാണ് ദോശയുടെ കൂടെ മല്യുദ്ധം കാണിക്കുന്നത്. ദോശ മാത്രമല്ല, ബുൾസേ വരെ ഞാനിന്ന് മറിച്ചിട്ടു. അങ്ങനെ മറിച്ചിടാൻ മാത്രമല്ലെന്ന് എനിക്കിതുപോലെ നല്ല മെളുങ്ങാനും അറിയാം. എനിക്കറിയില്ല ഇപ്പോൾ എന്തോ എൻ്റെ ഫേസിലൊക്കെ നല്ല രീതിക്ക് പിമ്പിൾസ് വരുന്നുണ്ട്. എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെറും ഒരു കൊറിയർ അല്ല, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. ഇതിൻ്റെ ലിബാം ആയിരുന്നു മെയിൻ ഹൈലൈറ്റ്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേച്ചി ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ ട്രൈ ചെയ്ത് റിവ്യൂ പറയും കേട്ടോ. അതിനുശേഷം നമ്മളിത് പോത്തീസ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. ഇപ്പോൾ പിന്നെ അതുകൂട്ടി ഭയങ്കര കുരുത്തകളാണ് ഇങ്ങനത്തെ സ്ഥലത്ത്. അതുപോലെ മോൾസിലൊക്കെ 20 രൂപയുടെ കോയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് ബില്ലിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് 20 രൂപയുടെ കോയിൻ കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ട് നടന്നു പോകുന്നുണ്ട്. എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് പൊതുവേ ഷോപ്പിംഗ് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അല്ലാതെ ഈ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഓൺലൈനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പോകുന്നു, കാണുന്നു, ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു, വരുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം എനിക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്തും ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും അവിടെ നിന്ന് എങ്ങനെയും ഇറങ്ങിയിട്ട് ഒരു ഷേക്കും കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാം.